മലപ്പുറം ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ വോട്ട് രേഖപ്പെടുത്തി. തികഞ്ഞ വിജയ പ്രതീക്ഷയിലെന്ന് ET പറഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടി, സാദിഖലി തങ്ങൾ എന്നിവരും വോട്ട് രേഖപ്പെടുത്തി. കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ GMLP സ്കൂൾ 42 നമ്പർ ബൂത്തിൽ രാവിലെ 8:30 കുടുംബത്തോടൊപ്പം എത്തിയാണ് ET വോട്ട് രേഖപ്പെടുത്തിയത്. തികഞ്ഞ വിജയ പ്രതീക്ഷയിലെന്ന് ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. നാട്ടിൽ ആദ്യമായി എനിക്ക് തന്നെ എൻ്റെ ഇതിൽ തന്നെ വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായത് വലിയൊരു ഭാഗ്യമായി കാണുന്നു. ചെറിയ കാര്യമൊന്നുമല്ല. ഒരു 60 കൊല്ലത്തിലേറെ പൊതുരംഗത്ത് സജീവമായിട്ട് ഞാനുണ്ട്. നാടാടെയാണ് സ്വന്തം ബൂത്തിൽ വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നത്. സർവശക്തന സ്തുതി. പിന്നെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകും. ഇവിടെയും ഉണ്ട്, എല്ലായിടത്തും കിട്ടിയ റിപ്പോർട്ട് എല്ലായിടത്തും വളരെ നീണ്ട ക്യൂ രാവിലെ തന്നെ ഉണ്ടെന്നാണ്. ചിലപ്പോൾ ഈ ചൂടിൻ്റെ സംഗതി അതുപോലെ അതൊക്കെ ആയിരിക്കാം. ഏതായിരുന്നാലും രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വളരെ അനുകൂലമാണ്. ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും അനലൈസിങ്ങും ഒക്കെ തന്നെ UDFന് അനുകൂലമായിട്ടുള്ള ഒരു സംഗതിയാണ്. അത്യുജ്വലമായ ഒരു പെർഫോമൻസ് UDFൻ്റേത് ഉണ്ടാകുമെന്ന് ബോധ്യപ്പെടുത്തുന്ന സംഗതികളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാം വളരെ ശുഭപ്രതീക്ഷയുണ്ട്. ഞാൻ മത്സരിക്കുന്ന ഈ മണ്ഡലത്തിൽ ബെസ്റ്റ് റിസൾട്ടായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കും അങ്ങനെയാണ്. ഏറ്റവും നല്ല പ്രകടനമായിരിക്കും കാഴ്ചവെക്കുക UDF എന്നുള്ളതാണ്. PK കുഞ്ഞാലിക്കുട്ടി, സാദിഖലി തങ്ങൾ എന്നിവരും വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് UDF തരംഗമാണെന്ന് ഇരുവരും പറഞ്ഞു. ലോക്സഭയിലേക്ക് 20 സീറ്റുകളിലും ഐക്യജനാധിപത്യ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ തന്നെ ജയിക്കും എന്നുള്ളത് തന്നെയാണ്. ജനങ്ങൾ അത്രമാത്രം ഈ ഇലക്ഷനെ കാത്തിരിക്കുകയാണ്. രാജ്യത്തൊരു ഭരണമാറ്റം അത് അനിവാര്യമാണ്. അനുദിനമുള്ള സംഭവവികാസങ്ങൾ അത് ജനങ്ങളെ കൂടുതൽ അതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി കേന്ദ്രത്തിൽ മറ്റും നടന്നു വരുന്നത് പ്രതിഭാസങ്ങൾ അത് തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിക്കും ഇന്ത്യ മുന്നണിക്കും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതെല്ലാം തന്നെ ഇന്ന് വോട്ടായിട്ട് മാറും. ആ ഒരു നല്ല മറ്റെല്ലാ വിഷയങ്ങളും അതിൻ്റെ പിറകിലാണ്. അപ്പോൾ കോൺഗ്രസിനെ പോലെയുള്ള ഇന്ത്യ മുന്നണിയെ പോലുള്ള കക്ഷികൾ അധികാരത്തിൽ വരാതിരുന്നാലുള്ള അപകടം കൂടുതൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിക്കണം. അതാണ് ഇന്നത്തെ ആവശ്യം. അവർക്ക് മാത്രമേ ഒരു പകരം ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതിനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. അതാണ് ഇവിടെ തങ്ങൾ പറഞ്ഞത്. മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് വല്ല മറ്റ് ഘട്ടത്തിൽ ചർച്ച ചെയ്യുക എന്നല്ലാതെ ഇന്ന് ഇന്ത്യക്കാർ മുഴുവൻ വോട്ടർമാർ മുഴുവൻ നിൽക്കുന്ന ഒരേ ഒരു വിഷയം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം, ഇന്ത്യയെ രക്ഷിക്കണം. ഈ ലാസ്റ്റിലെ ട്രെൻഡ് എങ്ങനെയാണ് കേരളത്തിൽ? അല്ല, UDF തരംഗം. കേരളത്തിലെ UDF തരംഗം. എല്ലാ സീറ്റും UDF ജയിക്കുന്ന ഒരു ട്രെൻഡാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 19 ആയിരുന്നു. തവണ ഒന്നുകൂടി കൂടും എന്നാണ് പൊതുവെ പറയപ്പെട്ടത്. CCN മലപ്പുറം.